ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാടിലുള്ള ഹെവൻ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ്. അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലുള്ള ട്രിനിറ്റി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ആദ്യത്തെ അഡ്വാൻറ്റേജ് ഇവിടുത്തെ ഹ്യൂജ് കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ്. അതായത് റെസ്റ്റോറന്റ് കുറച്ച് ഉള്ളിലോട്ടായ കാരണം റോഡ് സൈഡിൽ നിന്നും റെസ്റ്റോറന്റ് വരെ ഒരുപാട് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം എങ്ങനെയാണെന്ന്. ഓണക്കാലം ആയതുകൊണ്ട് ഓണസദ്യ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു വൈബുള്ള ഒരു ഫാമിലി ഡൈനിങ് സ്പോട്ട് പോലെയാണ് ഫീൽ ചെയ്തത്. നല്ല ഹ്യൂജ് സ്പേസിൽ വളരെ കൂൾ ആൻഡ് കോംഫി എലിഗന്റ് ഫർണിച്ചേഴ്സ് ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും വാൾ ഡിസൈൻസ് ആയാലും എല്ലാം വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ മുകളിലുള്ള ഇവരുടെ പാർട്ടി ഹാൾ ഒന്ന് കണ്ടു കളയാം. നല്ലൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് സ്പേഷ്യസ് ആൻഡ് കംഫർട്ടബിൾ പാർട്ടി ഹാൾ പോലെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടെ ഒരു സെപ്പറേറ്റ് സ്റ്റേജ് വരുന്നുണ്ട്, വാഷ് ഏരിയ വരുന്നുണ്ട്, പിന്നെ ഒരു ക്യൂട്ട് ഡൈനിങ് സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇത് എയർ കണ്ടീഷൻഡ് അല്ല, ഇവിടെ ഫാനുകളാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ പാർട്ടീസ്, കിറ്റി പാർട്ടീസ്, ഗെറ്റ് ടുഗദേഴ്സ്, എൻഗേജ്മെന്റ് പാർട്ടീസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫുഡിന് മാത്രം പേ ചെയ്താൽ മതി. പാർട്ടി സ്പേസ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വളരെ നല്ലൊരു ഓഫർ ആയിട്ട് തോന്നി. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ താഴെയുള്ള എയർ കണ്ടീഷൻ ഡൈനിങ് സ്പേസിൽ വന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ, അട്രാക്റ്റീവ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള മെനു ആണ്. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, പലതരം ബെവറേജസ് ഉണ്ട്. അപ്പൊ ആദ്യം ഓർഡർ ചെയ്തെത്തിയത് ഈ ഒരു സിസ്ലർ ഐറ്റം ആണ്. വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ അക്കമ്പനിമെന്റ് ആയിട്ട് ഒരു സാലഡും വരുന്നുണ്ട്, മിൻസ് സോസും വരുന്നുണ്ട്, മയണൈസും വരുന്നുണ്ട്. പിന്നെ വന്നത് ഒരു ഫ്രൈഡ് റൈസ് ഐറ്റം ആണ്. അതിന്റെ കൂടെ ഒരു ഡിപ്പ് ഉണ്ട്, പിന്നെ ഒരു സാലഡ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് വന്നിട്ടുണ്ട്. എല്ലാം വളരെ നല്ല പ്രസന്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ തന്തൂർ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ആദ്യം വന്നിട്ടുള്ള സ്മോക്ക് BBQ ഡിഷിൽ നിന്നും ഒരു ലെഗ് പീസ് എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹാഫ് പോർഷൻ ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ക്വാർട്ടർ പോർഷനും ഫുൾ പോർഷനും വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മയണൈസും സാലഡും മിൻസ് സോസും എടുത്ത് ആദ്യം ആ ചിക്കന്റെ ലെഗ് മാത്രം ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് സ്മോക്ക് BBQ ചിക്കൻ തന്നെയാണ്. അതായത് ഇതിലുള്ള ആ BBQ സോസിന്റെ ഒരു ടേസ്റ്റ് തന്നെ വളരെ ടെംപ്റ്റിംഗ് ആണ്. പിന്നെ പുറത്തൊരു ഗ്രിൽഡ് ലുക്ക് ആണെങ്കിലും ഉള്ളിൽ വളരെ സോഫ്റ്റ് ജ്യൂസി ചിക്കൻ ആണ്. പിന്നെ ഇതിലുള്ള സാലഡ് ആയാലും ഒരു മൈൽഡ് സ്പൈസി ഫ്ലേവറിലുള്ള മാരിനേഷൻ ആണ്. ഇനി ഒരു ചെറിയ പീസ് ചിക്കൻ മയണൈസിലും മിൻസോസിലും മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ, ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അടുത്ത് നമുക്ക് ഇവരുടെ തന്തൂർ സ്പെഷ്യലായ ടിക്ക പ്ലാറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3 ഫ്ലേവർ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. മിൻസ് സോസിൽ ഗ്രിൽ ചെയ്തെടുത്ത ഒരു കിഡിലൻ ഹരിയാലി ടിക്കയാണ്. നല്ല ജ്യൂസി ചിക്കൻ ആണ്, അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി. ഇനി നമുക്ക് അടുത്ത ഫ്ലേവറിലുള്ള ഒരു ടിക്ക ഇവരുടെ മിൻസ് സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. എല്ലാത്തിനും ഒരു കോമൺ ടിപ്പാണ്. ആഹാ, ഇത് ഇവരുടെ നോർമൽ സ്പൈസി ചിക്കൻ ടിക്കയാണ്. അടുത്ത ഫ്ലേവർ നമുക്ക് കാണുമ്പോൾ അറിയാം ഇവരുടെ മലായി അല്ലെങ്കിൽ രേഷ്മി ടിക്കയാണെന്ന്. ആഹാ, നല്ല കിഡിലൻ ക്രീമി മലായി അല്ലെങ്കിൽ രേഷ്മി ടിക്കയാണ്. തന്തൂർ ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ട്രൈ പ്ലാറ്റർ തന്നെയാണ്. പിന്നെ ഈ ഒരു ബ്രെഡ് ഐറ്റം ആണ് വന്നത്. ഇനി നമുക്ക് ഇവരുടെ മെക്സിക്കൻ ചിക്കൻ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു കളർഫുൾ സാലഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ കുക്കുംബർ വരുന്നുണ്ട്, ക്യാരറ്റ് വരുന്നുണ്ട്, ബെൽ പെപ്പേഴ്സ് വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, മുട്ടയുടെ വെള്ള വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈസി സോസ് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. അടുത്തത് നമുക്ക് ഇവരുടെ സ്പെഷ്യൽ ഡിഷായ ചട്ടി പൊറാട്ട ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കളർഫുൾ പ്രസന്റേഷനുമാണ്. ഇനി നമുക്ക് ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം. അതായത് നല്ലപോലെ ചിക്കൻ മസാല ഫില്ലിംഗ് വരുന്നുണ്ട്, പിന്നെ 2 ലെയർ പൊറോട്ട വരുന്നുണ്ട്. ചട്ടിയിൽ നിന്നും പ്ലേറ്റിലേക്ക് എടുത്തിടുമ്പോൾ ശരിക്കും ആ ഒരു ഫ്രേഗ്രന്റ് മസാലയുടെ അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഭയങ്കര തിൻ പൊറോട്ട പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് ആ പൊറോട്ടയും ചിക്കന്റെ മസാലയും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അടിപൊളി കോമ്പിനേഷൻ, ഒരു വേറെ ലെവൽ ഫ്യൂഷൻ ഐറ്റം തന്നെയാണ്. ഇവർക്ക് ഇതിൽ ബീഫിന്റെ ഓപ്ഷനും വരുന്നുണ്ട്, പിന്നെ ഒരു കറി വന്നിട്ടുണ്ട്, അതിനുശേഷം ഒരു ബർഗർ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഇവരുടെ ബ്രെഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ സ്റ്റഫ്ഡ് കുൽച്ച ചിക്കൻ. ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇതിൽ ചിക്കൻ ആണ് സ്റ്റഫ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലേക്കുള്ള ഗ്രേവി ആയിട്ട് ഇവരുടെ ബട്ടർ ചിക്കൻ കറിയാണ് കിട്ടിയത്. വളരെ ടെംപ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. അപ്പൊ ഈ കുൽച്ചയിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് മിൻസ് ചിക്കൻ ആണ്. അതിന്റെ കൂടെ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ കുൽച്ചയുടെ ഒരു പീസ് എടുത്ത് ബട്ടർ ചിക്കന്റെ ഒരു പീസ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ, ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. ബട്ടർ ചിക്കൻ കുറച്ചും കൂടി സ്പൈസിയർ വേർഷൻ ആണ്. പിന്നെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ് ഈ നോർമൽ സാലഡ്. അപ്പൊ അതും ഇവിടെ അവൈലബിൾ ആണ് വളരെ റീസണബിൾ റേറ്റിൽ. അടുത്ത് നമുക്ക് ഇവരുടെ ഫ്രൈഡ് റൈസ് ഐറ്റം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇതാണ് ഇവരുടെ സിംഗപ്പൂരിയൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഈ ഒരു റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഡിപ്പും വരുന്നുണ്ട്, ഒരു സ്പൈസി ഡിപ്പ്. അപ്പൊ നമുക്ക് ആ സ്പൈസി ഡിപ്പും ഈ ഫ്രൈഡ് റൈസും കൂടി കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ടേസ്റ്റി ആയിരുന്നു. സാധാരണത്തെ ഫ്രൈഡ് റൈസ് പോലെയല്ല, ഒരു വേറിട്ടൊരു ടേസ്റ്റ് ആയിരുന്നു. ഫ്രൈഡ് റൈസ് ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ ഇതെല്ലാം കഴിച്ച് ദാഹിച്ചപ്പോൾ പറഞ്ഞതാണ് ഇവരുടെ ഒരു ബ്ലൂബെറി മൊഹിറ്റോ. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ബ്ലൂ കുറാക്കാവോ മൊഹിറ്റോ ആണ്. ശരിക്കും തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ആയിരുന്നു. പിന്നെ പറഞ്ഞത് ഇവരുടെ ഒരു ഷേക്ക് ആണ്. അത് ഇവർ സജസ്റ്റ് ചെയ്തതാണ്, ഇവരുടെ ഹെവൻസ് ചിൽ ഷേക്ക്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല പ്രസന്റേഷൻ. അപ്പൊ ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, നല്ല കിഡിലൻ ചോക്ലേറ്റ് ഫ്ലേവർ ഷേക്ക് ആണ്. ഇതിൽ വാനിലയും നട്ട്സും വരുന്നുണ്ട്. അപ്പൊ ഒരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അങ്ങനെ അവസാനം ട്രൈ ചെയ്തത് ഇവരുടെ ഒരു ക്ലാസിക് ചിക്കൻ ബർഗർ ആണ്. ഈ ഒരു റേറ്റിന് നല്ല പ്രസന്റേഷൻ, നല്ല ഫില്ലിംഗ്, നല്ല ക്വാളിറ്റി ബണ്ണായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വെജീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇവരുടെ ഇൻഹൗസ് സോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് പാറ്റി അല്ല, ക്രിസ്പി ചിക്കൻ ഫില്ലേ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം തന്നെ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയട്ടെ. നല്ല പെർഫെക്റ്റ് ബണ്ണാണ്. അതായത് ഒരു ബൈറ്റിന് ശേഷം പൊടിഞ്ഞിട്ടുമില്ല, പൊട്ടിയിട്ടുമില്ല. പിന്നെ നല്ല ടേസ്റ്റി ചിക്കൻ ഫില്ലേ. പിന്നെ ഇതിന്റെ കൂടെ നല്ല ക്വാളിറ്റിയിലുള്ള ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസും വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കഴിച്ചതെല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. അതേപോലെ ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും വളരെ നന്നായിരുന്നു. പിന്നെ ഇവരുടെ മെനുവിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഇവർക്ക് ഡെയിലി മീൽസ് അവൈലബിൾ ആണ്. അത് വെജിറ്റേറിയൻ മീൽസും അവൈലബിൾ ആണ്, ഫിഷ് കറി മീൽസും അവൈലബിൾ ആണ്, പിന്നെ കോംബോ ഫിഷ് കറി മീൽസും അവൈലബിൾ ആണ്. എല്ലാം വളരെ അഫോർഡബിൾ റേറ്റ്സ് ആണ്. അപ്പൊ ഇനി പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലൂടെ പോകുമ്പോൾ നല്ലൊരു മീൽസ് കഴിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അതേപോലെ തന്നെ ഓണക്കാലത്ത് നല്ലൊരു സദ്യ കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ കാണുന്നത് ഇവരുടെ പാർട്ടി ഹാളിലേക്കുള്ള പുറത്തു നിന്നുള്ള എൻട്രൻസ് ആണ്. ഇതുകൂടാതെ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ നിന്നും പോകുന്ന ഒരു വഴിയുണ്ട്. ഇതിനെല്ലാം പുറമെ ഇവർക്ക് ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.